ഭിന്നത രൂക്ഷമായിരുന്നു നേരത്തെ തന്നെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ. മാണി ഗ്രൂപ്പ് പിളരുന്നു എന്ന ഏറ്റവും പുതിയ വാർത്തയാണ് നിലവിൽ ലഭിക്കുന്നത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പി ജെ ജോസഫ് ഇതുമായി ബന്ധപ്പെട്ട് കണ്ടു. പ്രത്യേക ഘടകകക്ഷികളായി തങ്ങളെ അംഗീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടു എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ന്യൂസ് റൂമിൽ നിന്ന് NV ബാലകൃഷ്ണൻ ഞങ്ങളുടെ പ്രതിനിധി മറ്റു വിവരങ്ങൾ നൽകാൻ. ബാലു, നിലവിൽ എന്താണ് സംഭവിച്ചത്? അരുൺ, കേരള കോൺഗ്രസ് പിളർപ്പിലേക്ക് നീങ്ങുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിന്റെ സുപ്രധാനമായ ചുവടുവെപ്പ് എന്ന രൂപത്തിൽ പി ജെ ജോസഫ് ഇന്ന് മുഖ്യമന്ത്രിയെ കാണുകയും തങ്ങളുടെ നിലപാട് അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. കേരള കോൺഗ്രസ് പിളരുകയാണ് എന്ന നിലപാടാണ് മുഖ്യമന്ത്രിയെ അറിയിച്ചിരിക്കുന്നത്. കേരള കോൺഗ്രസിനകത്ത് നേരത്തെ കുറച്ചു കാലമായി രീതി ഗ്രൂപ്പുകൾ തമ്മിലുള്ള തർക്കം രൂക്ഷമായി തുടരുകയാണ്. പല ഘട്ടങ്ങളിലും ഇക്കാര്യം പുറത്തു വരികയും ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടാണ് തർക്കങ്ങൾ പുറത്തു വന്നിരുന്നത്. ആ തർക്കത്തിന്റെ ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ പി ജെ ജോസഫ് വിഭാഗം മുഖ്യമന്ത്രിയെ കണ്ട് പാർട്ടി പിളരുകയാണ് എന്ന അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ് അടുക്കാൻ പോകുന്ന ഈ ഘട്ടത്തിൽ UDF-നകത്ത് വലിയ പ്രതിസന്ധി ഒഴിവാക്കാനുള്ള അവസാനപ്പെട്ട ശ്രമങ്ങൾ മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇത്തരമൊരു അവസാന ഘട്ടത്തിൽ ഇത്തരമൊരു നീക്കം വിജയിക്കാൻ സാധ്യതയില്ല എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കേരള കോൺഗ്രസ് പിളർപ്പിലേക്ക് നീങ്ങുന്നു എന്ന സുപ്രധാന വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ സൂചിപ്പിച്ചതുപോലെ പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ഈ പിളർപ്പിലേക്ക് ഏറ്റവും ഒടുവിൽ നയിച്ചത്. അതിൽ ഒന്ന് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട തർക്കമാണ്. 2 സീറ്റ് മാത്രമേ പി ജെ ജോസഫ് വിഭാഗത്തിന് നൽകാൻ കഴിയുകയുള്ളൂ എന്ന് KM മാണി നേരത്തെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ പി സി തോമസും പി സി ജോസഫ് ഉൾപ്പെടെയുള്ള കേരള കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വരികയും പരസ്യമായി ഇതിനെ തള്ളിപ്പറയുകയും ചെയ്തിരുന്നു. മാണിക്കെതിരെ പരസ്യമായി വിമർശനവുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരള കോൺഗ്രസ് ചെയർമാനായി ജോസ് കെ മാണി അവരോധിക്കാനുള്ള ശ്രമം കേരള കോൺഗ്രസിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. മാണി അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ കേരള കോൺഗ്രസിൽ വലിയ വിഭാഗത്തിന് എതിർപ്പുണ്ട്, പ്രത്യേകിച്ച് പി ജെ ജോസഫിന് എതിർപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നം വളരെ രൂക്ഷമായി മുന്നോട്ട് പോയത്. ഏതായാലും കേരള കോൺഗ്രസ് പിളർപ്പിലേക്ക് നീങ്ങുന്നു എന്ന ഏറ്റവും ഒടുവിലത്തെ വാർത്തയാണ് നമുക്ക് പ്രേക്ഷകർക്ക് നൽകാൻ കഴിയുന്നത്. അരുൺ. ബാലു, TP പ്രശാന്ത് കോട്ടയത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത്, പി സി ജോസഫിന്റെ നേതൃത്വത്തിൽ പാർട്ടിയിലെ ഒരു വിഭാഗം നേരത്തെ തന്നെ കലാപക്കൊടി ഉയർത്തിയിരുന്നു, പ്രതിഷേധ കൊടി ഉയർത്തിയിരുന്നു. ഏറ്റവും ഒടുവിലായി റബ്ബർ വിലയുടെയുമായും ബന്ധപ്പെട്ട് ദില്ലിയിൽ നടക്കുന്ന പ്രക്ഷോഭത്തിൽ പങ്കെടുക്കില്ല എന്ന സ്പഷ്ടമായ നിലപാട് അവർ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. നിലവിൽ എന്താണ് അവിടെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? മുഖ്യമന്ത്രിയെ കണ്ടോ നിലവിൽ ജോസഫ് വിഭാഗം? അതിന് മുന്നോടിയായി തന്നെ ഒരു യോഗം ഇന്നലെ തന്നെ ചേർന്നിരുന്നു. പ്രത്യേകിച്ച് വക്കച്ചൻ മഠത്തിൽ MP-യുടെ നേതൃത്വത്തിലായിരുന്നു അത്തരത്തിലൊരു യോഗം ചേർന്നത്. ഫ്രാൻസിസ് ജോർജും മോൻസ് ജോസഫ് MLA അടക്കമുള്ളവർ ആ യോഗത്തിൽ പങ്കെടുക്കുകയും ശക്തമായ നിലയിൽ തന്നെ ഉറച്ചു നിൽക്കണമെന്നുള്ള നിലപാട് ജോസഫ് വിഭാഗം എടുത്തതും പ്രത്യേകം ശ്രദ്ധേയമാണ്. ജോസഫ് ഇല്ലാതെയായിരുന്നു ഈ യോഗം എല്ലാം തന്നെ ഇന്നലെ കോട്ടയം കേന്ദ്രീകരിച്ച് തുടങ്ങിയത്. മാത്രവുമല്ല, റബ്ബർ സമരവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ നിരവധി ഭിന്നതകൾ ഈ പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്നതിന്റെ ഒപ്പം റബ്ബർ സമരത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് സ്വന്തം മകനെ പാർട്ടിയിൽ നേതൃസ്ഥാനത്തേക്ക് അവരോധിക്കാനുള്ള ശ്രമം KM മാണി നടത്തിയ ഒരു രാഷ്ട്രീയ ലാക്ക്, ആ ലാക്കിനെതിരെ നേരത്തെ തന്നെ പ്രതിഷേധം ശക്തമായിരുന്നു. തിരുനക്കരയിലടക്കം അത്തരത്തിലൊരു ലാക്ക് മുന്നോട്ട് വെച്ച് തന്നെയായിരുന്നു ജോസ് കെ മാണിയെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിൽ, ഈ പാർട്ടിയുടെ നേതാവായി പ്രതിഷ്ഠിക്കുന്ന തരത്തിൽ മുന്നോട്ട് പോകാൻ KM മാണി വിഭാഗം മുന്നോട്ട് പോയപ്പോൾ അതിനെതിരെ ജോസഫ് വിഭാഗം ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു. എങ്കിലും ചില അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം പറഞ്ഞു തീർക്കാം എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർ വന്ന് സഹകരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായെങ്കിൽ തന്നെയും ഇപ്പോൾ പാർട്ടിക്കകത്ത് ജോസ് കെ മാണി ഒരു മേൽക്കൈ എടുത്തുകൊണ്ട് എല്ലാം തീരുമാനിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിനെ യാതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് അന്യരാജു അടക്കമുള്ള നേതാക്കൾ കൈക്കൊണ്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് ഫ്രാൻസിസ് ജോർജ് അടക്കമുള്ള നേതാക്കൾ കൈക്കൊണ്ടിട്ടുള്ളത്. ആ ഒരു നിലപാടിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുന്നു. മാത്രവുമല്ല, പാർട്ടി ഒരു പുതിയ നേതൃത്വത്തിലേക്ക് മാറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പോട് കൂടി പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ പാർട്ടിയുടെ മുഴുവൻ കടിഞ്ഞാണും ജോസ് കെ മാണിയുടെ കൈകളിലേക്ക് പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ അതിൽ യാതൊരു തരത്തിലുള്ള നിയന്ത്രണവും തങ്ങൾക്ക് കിട്ടില്ല എന്നുള്ള ജോസഫ് വിഭാഗം ഉറച്ചു വിശ്വസിക്കുന്നു. ഇപ്പോൾ തന്നെ ഈ മണ്ഡലത്തിന്റെ, പ്രത്യേകിച്ച് കോട്ടയം ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ തന്നെ സീറ്റിന് വേണ്ടിയുള്ള മുറവുകൾ ഉണ്ടായി. ഒപ്പം ചങ്ങനാശ്ശേരി സീറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് ജോ മൈക്കിൾ അടക്കമുള്ള നേതാക്കൾ പരസ്യമായി തന്നെ രംഗത്ത് വന്നു. എന്ത് കാരണം സ്റ്റീവ് തോമസ് അടക്കമുള്ള നേതാക്കളെ മാറ്റിക്കൊണ്ട് തന്നെ തനിക്ക് അവിടെ സീറ്റ് കിട്ടും എന്ന് ഉറപ്പിച്ചു തന്നെ അദ്ദേഹം പീപ്പിൾ ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഇത്തരത്തിൽ പരസ്യമായൊരു വെല്ലുവിളികൾ പാർട്ടികൾക്കകത്ത് ഉണ്ടാകുമ്പോൾ ജോ മൈക്കിളിനെ പോലുള്ള നേതാക്കൾക്ക് അതായത് ജോസ് കെ മാണി അടക്കമുള്ളവർ വലിയ തരത്തിൽ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു വ്യാഖ്യാനമുണ്ട്, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള അതിന്റെ ഒരു ധൈര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇത്തരത്തിലുള്ള വെല്ലുവിളി നടത്തുന്നത്. അപ്പോൾ ജോസഫ് വിഭാഗം വലിയൊരു തരത്തിൽ പിറകോട്ട് പോകുന്നു, ജോസഫ് വിഭാഗത്തെ പാടെ അവഗണനയിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത. ഒപ്പം കടുത്തുരുത്തിയിൽ ജോസഫ് മാണി ലയനം വലിയൊരു തരത്തിൽ ആയെങ്കിൽ തന്നെയും കടുത്തുരുത്തിയിൽ അത് പ്രാബല്യത്തിലായിട്ടില്ല.
പ്രത്യേകിച്ച് മോൻസ് ജോസഫിനെതിരെ തന്നെ വലിയൊരു പടയൊരുക്കം നടക്കുന്നുണ്ട്. കാരണം സ്റ്റീഫൻ ജോൺ അടക്കമുള്ള ആളുകൾ പാർട്ടിയിലേക്ക് തിരിച്ചു വന്ന ശേഷം മോൻസ് ജോസഫിനെതിരെ വലിയ തരത്തിൽ കരുക്കൾ നിൽക്കുന്നു, സമാന്തര കമ്മിറ്റികൾ രൂപീകരിക്കുന്നു. ഇത്തരത്തിലുള്ള സ്ഥിതിവിശേഷം കേരള കോൺഗ്രസിന്റെ ഇറ്റലിതമായ കോട്ടയത്ത് നടക്കുമ്പോൾ ജോസഫ് വിഭാഗത്തെ വളരെയധികം ക്ഷീണിപ്പിക്കുന്ന തരത്തിലേക്കാണ് ആ നീക്കങ്ങൾ കൊണ്ടുപോവുക എന്നുള്ള തിരിച്ചറിവ്. ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെ സീറ്റ് അടക്കമുള്ള കാര്യങ്ങൾ തന്നെ ശക്തമായി നിലയുറപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് കിട്ടണം എന്നുള്ള വാശി മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ പോകാൻ ജോസഫ് വിഭാഗം തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചർച്ചകളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നതും ഇപ്പോൾ ഈ ആസന്നമായ പിളർപ്പിലേക്ക് നീങ്ങുന്നതും. ഈ കേരള ഫീഡ്സ് ചെയർമാൻ സ്ഥാനവും പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനവും രാജിവെച്ച് PC ജോസഫ് ഉടക്കി നിൽക്കുകയായിരുന്നു കുറെ നാളായിട്ട്. അത് പ്രഖ്യാപിതമായ അദ്ദേഹത്തിന്റെ നിലപാടുമായിരുന്നു. പക്ഷേ ഈ പാർട്ടി പിളർത്തി പുറത്തേക്ക് പോകണ്ട തൽക്കാലം എന്നായിരുന്നു PJ ജോസഫിന്റെ നിലപാട്. സീറ്റ് സംബന്ധമായ വിഷയമാണോ വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് നിലവിൽ കാര്യങ്ങളെ കൊണ്ട് എത്തിച്ചത്? സീറ്റ് തർക്കം എന്നതിനേക്കാൾ ഉപരി ജോസഫ് ഗ്രൂപ്പിനകത്ത് വളരെ കാലമായി ഉരുണ്ടുകൂടുന്ന ചില പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് മാണിയുമായുള്ള ലയനത്തിന് ശേഷം അർഹരായ ജോസഫ് വിഭാഗത്തിലെ ആളുകൾക്ക് കൃത്യമായ രീതിയിലുള്ള പരിഗണന ഈ പാർട്ടിക്കുള്ളിൽ കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ വസ്തുത. അത്തരത്തിലുള്ള നിലപാടുകൾ അല്ലെങ്കിൽ ജോസഫ് വിഭാഗത്തെ ക്ഷീണിപ്പിക്കുന്നതിന് ആ നിലപാടുകൾ വഴിയൊരുക്കി എന്ന് തന്നെ ജോസഫ് വിഭാഗം വിലയിരുത്തുന്നു. ഒപ്പം ബാർക്കോഴ അടക്കമുള്ള വിഷയങ്ങളിൽ എല്ലാവരും രാജിവെക്കണമെന്ന് പറഞ്ഞപ്പോൾ അത്തരത്തിൽ രാജിയൊന്നും വെക്കാത്ത തരത്തിലൊരു നിലപാട് സ്വീകരിക്കുകയും ഒപ്പം ജോസഫ് ഗ്രൂപ്പിൽ നിൽക്കുന്നവർ രാജിവെക്കുന്നത് എന്തിനെന്നുള്ള ചോദ്യം ഉയർത്തിയപ്പോഴും അത് മാണി ഗ്രൂപ്പിലെ അല്ലെങ്കിൽ മാണിയെ അനുകൂലിക്കുന്ന മാണിയുടെ ആരാധകരായിട്ടുള്ള ചില ആളുകൾക്ക് അത് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ ജോസഫ് വിഭാഗത്തിന്റെ ചിറകരിയാനുള്ള ചില ശ്രമങ്ങളെല്ലാം തന്നെ പാർട്ടിക്കുള്ളിൽ നടന്നിരുന്നു. ജോസഫ് വിഭാഗത്തിൽ വന്നിട്ടുള്ള ആളുകളെ ഭരണത്തിന്റെ ഒരു സ്വാധീനം വെച്ചുകൊണ്ട് പാർട്ടിക്കുള്ളിൽ നിലനിർത്തി പാർട്ടി മാണി വിഭാഗം മാത്രമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളും രഹസ്യമായി നടക്കുന്നു. അതിന് ജോസ് കെ മാണി അടക്കമുള്ള നേതാക്കൾ അതിന് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതിന്റെ വലിയൊരു സൂചനകൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജോസഫ് വിഭാഗം ഇത്തരത്തിൽ ഒരു കടുത്ത നിലപാടിലേക്ക് പോകുന്നത്. ഈ ജോസഫ് വിഭാഗം പോകുമ്പോൾ അതിനകത്ത് ജോസഫിനെ മാറ്റി നിർത്തിക്കൊണ്ട് ആണ് ചർച്ചകളെല്ലാം മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ചർച്ചകൾ നടക്കുമ്പോൾ ആ ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഫ്രാൻസ് ജോർജ് അടക്കമുള്ള നേതാക്കളാണ്. പക്ഷേ അതിലൊന്നും തന്നെ PJ ജോസഫിന്റെ സാന്നിധ്യം പരസ്യമായി ഇല്ല എന്നുള്ള ഒരു വസ്തുത മാത്രമാണുള്ളത്. എങ്കിലും ചില കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഒത്താശയോടു കൂടി തന്നെയാണ് ഈ പാർട്ടിക്കുള്ളിൽ അത്തരം ചർച്ചകൾ സജീവമാകുന്നത് തന്നെയാണ് ഇവിടുത്തെ രാഷ്ട്രീയ നിരീക്ഷകരുടെയും പിന്നാമ്പുറത്തെ സംസാരങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നു. പ്രശാന്ത്, MLA-മാരായ മോൻസ് ജോസഫ്, TU കുരുവിള ഇവർ PJയുടെ നിലപാടിനൊപ്പമാണോ? ഒപ്പം PJ ജോസഫിനൊപ്പം നിലവിൽ ആരൊക്കെയാണ് പുതുതായി ഉള്ളത്? ഈ ഫ്രാൻസിസ് ജോർജിന് മത്സരിക്കാൻ സീറ്റ് ലഭിച്ചേക്കില്ല എന്ന നേരത്തെ ഒരു സൂചന ഉണ്ടായിരുന്നു. അദ്ദേഹവും ഇദ്ദേഹത്തിനൊപ്പമാണ് നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ആന്റണി രാജുവും നിലവിൽ PJയ്ക്കൊപ്പമാണ് എന്ന് കേൾക്കുന്നുണ്ട്. എന്താണ് നിലവിലെ രാഷ്ട്രീയ വാർത്ത? നിലവിൽ ഇപ്പോൾ മോൻസ് ജോസഫ് MLA കഴിഞ്ഞ ദിവസം പീപ്പിൾ ടിവിയോട് സംസാരിച്ചിരുന്നു. പീപ്പിൾ ടിവിയോട് സംസാരിച്ചപ്പോൾ പാർട്ടികൾ തമ്മിൽ ലയിക്കുമ്പോൾ ചില ധാരണകൾ ഉണ്ടായിരുന്നു. ആ ധാരണകളുടെ അടിസ്ഥാനത്തിൽ തന്നെ നിലവിലുള്ള സീറ്റുകളിലെല്ലാം തന്നെ മത്സരിക്കും, അല്ലെങ്കിൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. അതിനെ ഒന്നും മറികടക്കാൻ കഴിയില്ല എന്നുള്ള ശക്തമായ സൂചന തന്നെയാണ് കഴിഞ്ഞ ദിവസം പീപ്പിൾ ടിവിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ, അതായത് പ്രത്യേകിച്ച് അൻവിൻ രാജു അടക്കമുള്ള നേതാക്കൾ, ഫ്രാൻസ് ജോർജ് അടക്കമുള്ള നേതാക്കളെല്ലാം തന്നെ ജോസഫ് വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കളാണ്. ഇവരെ പരിഗണിക്കുന്ന രീതിയിലേക്കുള്ള ഒരു സമീപനം സ്വീകരിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള സമീപനം സ്വീകരിച്ച് ജയസാധ്യതയുള്ള സീറ്റുകളിൽ അവരെ നിർത്തണം. കാരണം പാർട്ടിയുടെ മുതിർന്ന നേതാക്കളാണ് എന്നുള്ള ഒരു ആഗ്രഹം തന്നെ ജോസഫ് വിഭാഗം പ്രകടിപ്പിച്ചെങ്കിലും ഇതിനെല്ലാം തന്നെ തടയുന്നൊരു സമീപനമാണ് പാർട്ടിക്കുള്ളിൽ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലടക്കം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ വലിയൊരു പ്രതിഷേധമാണ് ഇപ്പോൾ ഈ പൊട്ടി പുറത്തു വന്നിട്ടുള്ളത്. മാത്രമല്ല, ജോസ് കെ മാണിയുടെ നേതൃത്വത്തെ അംഗീകരിക്കാൻ യാതൊരു തരത്തിലും ഇപ്പോൾ കേരള കോൺഗ്രസിലുള്ള ജോസഫ് വിഭാഗം അടക്കമുള്ള നേതാക്കൾ തയ്യാറല്ല എന്നതിന്റെ വ്യക്തമായ സൂചനയുമാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്തവർ കലാപക്കൊടി ഉയർത്തിയ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ നിലവിൽ പരിഗണിക്കേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും സ്ഥാനാർത്ഥിത്വത്തിന്റെ ഒരു വിഷയം കേവലമായി മാത്രം ഇതിനെ കാണാൻ കഴിയില്ല. കാരണം ജോസഫ് ഗ്രൂപ്പിനകത്ത് ഉള്ള ആളുകൾ മാണി ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ അവർക്കുണ്ടായിരുന്ന ചില അസംതൃപ്തികൾ ഉണ്ടായിരുന്നു. അവരെ പരിഗണിച്ചില്ലായിരുന്നു. ഈ വിഷയങ്ങളുടെ എല്ലാം തന്നെ ഒരു സ്ഫോടനമായിട്ട് വേണം ഈ ഒരു വിഷയത്തെ കാണാൻ. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ അതിനെ വലിയൊരു പ്രാധാന്യത്തോടു കൂടി അല്ലെങ്കിൽ വലിയൊരു കാര്യമായി തന്നെ അവർ ഉയർത്തി കാണിക്കുന്നു. കാരണം ഇപ്പോഴാണ് ഒരു സമ്മർദ്ദത്തിലൂടെ തങ്ങളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു പ്രശ്നം ഉന്നയിക്കപ്പെട്ടതും വലിയൊരു രീതിയിലേക്ക് മുന്നോട്ട് പോയതും. പ്രത്യേകിച്ച് ജോസ് കെ മാണിയോട് അടുപ്പമുള്ള കേന്ദ്രങ്ങളെല്ലാം തന്നെ തങ്ങളുടെ സ്ഥാനാർത്ഥിത്വം സ്വയം പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ അത് നടത്തി കിട്ടും എന്ന തരത്തിൽ ഇവിടെ വാശി പിടിക്കുമ്പോൾ ജോസഫ് വിഭാഗത്തിൽ എല്ലാവരും തന്നെ ഒരു സീറ്റിന് വേണ്ടിയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ധാരണകൾക്ക് വേണ്ടിയോ നേതാക്കന്മാരുടെ പുറകെ നടക്കേണ്ട സ്ഥിതിയിലേക്കും കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്
പ്രത്യേകിച്ച് കേരള കോൺഗ്രസിന്റെ ഈറ്റിലുമായ കോട്ടയത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ജോസഫ് പവൻ ലയിച്ചതിന് ശേഷം ഉണ്ടായിട്ടുള്ള അസംതൃപ്തിയുടെ ആകെ തുകയായി വേണം ഇപ്പോഴത്തെ കേരള കോൺഗ്രസിന്റെ ഉള്ളിൽ നടക്കുന്ന ആഭ്യന്തര കലാപങ്ങളെ കാണാൻ. അത്തരത്തിൽ തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ അതിനെക്കുറിച്ച് വിലയിരുത്തുന്നതും. അരുൺ, ഇപ്പോൾ പി സി ജോർജ് നമുക്കൊപ്പം നിലവിൽ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ പി സി ജോർജ്, കേരള കോൺഗ്രസ് പിളർപ്പിലേക്ക് എന്നാണ് നിലവിൽ വാർത്തകൾ ലഭിക്കുന്നത്. പ്രത്യേക ഘടകകക്ഷിയായി അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ കണ്ടു പി ജെ ജോസഫ് എന്നും സൂചനകൾ ലഭിക്കുന്നു. എന്താണ് രാവിലെ പി ജെ ജോസഫിന് പാർട്ടിക്കൊണ്ട് പോകണമെങ്കിൽ തന്റെ വ്യക്തിത്വം നിലനിർത്തി UDF നിൽക്കാൻ ശ്രമം നടത്തിയില്ലെങ്കിൽ പുള്ളി പുറത്താവും. അതിന് കാരണം ജോസഫിന്റെ അടുത്ത ആളുകൾ എന്ന് പറയുന്ന ഫ്രാൻസിസ് ജോർജും ആന്റണി രാജുവും PC ജോസഫും KC ജോസഫും ഒക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ ആയിട്ട് ചർച്ചയുമായി നടക്കുകയാണ്. അവരെ UDF നിൽക്കുന്നില്ല, കാരണം അവർക്ക് സീറ്റുമില്ല, രക്ഷയില്ല. അത് തന്നെയല്ല UDF എന്ന് പറഞ്ഞ് മുങ്ങാൻ പോകുന്ന കപ്പലാന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ എങ്ങനെയെങ്കിലും ചാടി രക്ഷപ്പെടാം എന്ന് വിചാരിച്ചവര് ഒരു മുദ്രാവാക്യം വെച്ചാൽ മാനിയ നേതാവായിട്ട് അംഗീകരിക്കില്ല എന്നൊരു മുദ്രാവാക്യമാണ് അവർ വെച്ചത്. ജോസഫ് മാണിയെ അംഗീകരിച്ച് UDF നിൽക്കുക. അപ്പൊ ഈ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ജോസഫ് നിഗടിച്ച് എങ്ങനെയെങ്കിലും ഇടതുപക്ഷ നേതാക്കന്മാരെ കാലെ പിടിച്ച് സീറ്റ് മേടിച്ച് MLA ആകാൻ വേണ്ടി ഒരു കളിയാണ് അവർ നടത്തിയത്. പക്ഷെ ജോസഫ് അതിനേക്ക് 3 വർഷം മുമ്പേ എറിഞ്ഞിരിക്കുക. ഇപ്പം ജോസഫും പറഞ്ഞിരിക്കുന്നത് മാണിയുടെ നേതൃത്വം അംഗീകരിക്കുന്നില്ല, ജോസഫ് ഗ്രൂപ്പാണ് അതുകൊണ്ട് ഞങ്ങളെ UDF തുടരാൻ അനുവദിക്കണം. അത് UDF അംഗീകരിക്കുന്ന ഉറപ്പല്ലേ. ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വരാൻ പോകുന്നത് ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരുമായി ചർച്ചയ്ക്ക് നടന്ന ആന്റണി രാജുവും ഡോക്ടർ KC ജോസഫും PC ജോസഫും ഫ്രാൻസിസ് ജോർജും എന്ത് ചെയ്യുന്നുള്ള പ്രശ്നം. മാണിയുടെ നേതൃത്വം ജോസഫിന്റെ നേതൃത്വം അംഗീകരിക്കണമല്ലോ. അതായത് ജോസഫ് ഗ്രൂപ്പിൽ എന്തെങ്കിലും സ്വാധീനം ഉണ്ടെങ്കിലല്ലേ ഇവർക്ക് കഴിയൂ. ജോസഫ് ഗ്രൂപ്പായിട്ട് പോകുന്ന സാഹചര്യമുണ്ട്. ഇവരെല്ലാം അംഗീകാരത്തോട് UDF ചേർന്ന UDF നിലനിന്ന് പോകാൻ തീരുമാനിച്ചു ജോസഫ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് എങ്ങനെ വഴക്കുണ്ടാക്കാൻ പറ്റും? അത് തന്നെയല്ല, കഴിഞ്ഞ തവണ 4 സീറ്റാണ് ജോസഫിന് കൊടുത്തത്. ഇത്തവണ 4 സീറ്റ് കൊടുക്കാമെന്ന് മാണി പറഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ എങ്ങനെ വഴക്കുണ്ടാക്കാൻ പറ്റും ജോസഫിന്? അപ്പം ഗതികേടില്ല. അപ്പൊ ചെയ്യാവുന്ന എന്താന്ന് ചോദിച്ചാൽ ഈ 4 നേതാക്കന്മാർ, എനിക്ക് മനസ്സിലാത്ത കാര്യം, ഏതെങ്കിലും 2-3 നേതാക്കന്മാർക്ക് MLA ആകാൻ വേണ്ടിയിട്ടാണോ രാഷ്ട്രീയ പാർട്ടി? അപ്പൊ ജോസഫ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഫ്രാൻസിസ് ജോർജും KC ജോസഫും ആന്റണി രാജുവും പിന്നെ ഈ PC ജോസഫും പറയുന്നത് മാത്രം മതിയോ? ഈ താങ്കൾക്കെതിരെ ഫ്രാൻസിസ് ജോർജിനെ താങ്കൾക്കെതിരെ മത്സരിപ്പിക്കാൻ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു കേരള കോൺഗ്രസ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആലോചനയും ചർച്ചയൊക്കെ നടക്കുന്നുണ്ടെന്ന് നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നു. വല്ല വാസ്തവം ഉണ്ടായിരുന്നു അതിൽ? വർത്തത് നല്ലതല്ലേ. മൂവാറ്റുപുഴക്കാരൻ വേണമല്ലോ പൂഞ്ഞാറ്റ് വേറെ ആമ്പിള്ളേരില്ലല്ലോ. ആമ്പിള്ളേരും പെമ്പിള്ളേരും പൂഞ്ഞാറ്റിൽ ഇല്ലാത്തതുകൊണ്ട് കോതമംഗലത്ത് മൂവാറ്റൂരിൽ നിന്നൊക്കെ എത്തുകൊണ്ടുവരാൻ വരട്ടെ, ഞാൻ നേടിക്കോളാം. കെട്ടിവെച്ചത് കൊടുക്കണേ ഞാൻ നോക്കി പൂഞ്ഞാറ്റിലെ ജനങ്ങള്. അതൊക്കെ അവർക്കറിയാം. ഈ TU കുരുവിള, മോൻസ് ജോസഫ് ഒപ്പം PC ജോസഫ് ഇവർ PJക്കൊപ്പമാണോ? അദ്ദേഹത്തിന്റെ നിലപാടിനൊപ്പം നിൽക്കുമോ? അങ്ങനെ അല്ല, അങ്ങനെയല്ല. അതായത് PJ ജോസഫ് MLA-മാര് 3 പേര്, PJ ജോസഫും മോൻസ് ജോസഫും TU കുരുവിള, അവര് 3 പേര് ഇപ്പൊ MLA, അവര് 3 ഒന്നിച്ച് നിൽക്കുകയാണ്. MLA സ്ഥാനം മോഹികളായിട്ടുള്ള ഫ്രാൻസിസ് ജോർജും PC ജോസഫും KC ജോസഫും ആന്റണി രാജുവാണ് അവർക്കെതിരായിട്ട് ഇപ്പം ഞാനിവിടെ നേതൃത്വം അംഗീകരിക്കില്ലെന്ന് പറഞ്ഞു. മിനിഞ്ഞാന്ന് നടന്ന ചാനൽ ചർച്ചയെ പോലും ആന്റണി രാജു ഘോരം UDF-നും അതുപോലെ KM മാണിക്കും വേണ്ടി ബാധിക്കുക. പിന്നെ എങ്ങനെ ഈ ഇടതുപക്ഷമായിട്ട് ചോദിച്ചു പോകുന്നത് എനിക്കറിയത്തില്ല. ഇടതുപക്ഷ നേതാക്കന്മാരുടെ അടുത്ത് ഞങ്ങൾ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് കളിപ്പിക്കുന്ന ഈ പരിപാടി കൊണ്ട് അങ്ങനെ ഇടതുപക്ഷ നേതാക്കന്മാരായാലും കളിപ്പിരി വീഴുമെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് എന്റെ ചരിത്രമൊന്നും അറിയില്ല. എന്തായാലും ഈ ഫ്രാൻസിസ് ജോർജും ആന്റണി രാജുവും ഒക്കെ അസംതൃപ്തരാണ്. അത് MLA സ്ഥാനം കിട്ടിയതിന് അസംതൃപ്തരാകുമ്പോൾ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടി എല്ലാ മെമ്പർമാരും MLA-മാരാണെന്ന് പറഞ്ഞാൽ എവിടുന്ന് 10,000-15,000 സീറ്റ് ഉണ്ടാക്കേണ്ടി വരുമല്ലോ. പറ്റുമോ? ഈ ഫ്രാൻസിസ് ജോർജ് എന്നോടുള്ള പടക്കം എന്താ, ഇടുക്കി കഴിഞ്ഞ ഇതിന് മുമ്പത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ PT തോമസും ഫ്രാൻസിസ് ജോർജും മറിച്ചു. ഫ്രാൻസിസ് ജോർജ് ഇടതുപക്ഷമായിരുന്നു, PT തോമസ് UDF ആയിരുന്നു. PT തോമസ് ജയിച്ചു നല്ല ഭൂരിപക്ഷത്തിൽ. അപ്പൊ ഫ്രാൻസിസ് ജോർജ് UDF വന്നു, മാണി ജോസഫും കൂടെ. എന്നിട്ട് പിറ്റേ സീറ്റ് വേണം PT തോമസിനെ മാറ്റിട്ട് എനിക്ക് സീറ്റ് വേണമെന്ന് ഫ്രാൻസിസ് വഴക്കുണ്ടാക്കിയ എന്താ ന്യായം? വളരെ നന്ദി PC ജോർജ് അവസരത്തിൽ ടെലിഫോൺ ലൈനിൽ പ്രതികരിച്ചതിന്. ഏറെ നാളായി ഭിന്നത രൂക്ഷമായിരുന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗം പിളർപ്പിലേക്ക് എന്ന സൂചനയാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത്. NV ബാലകൃഷ്ണനാണ് ന്യൂസ് റൂമിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. TP പ്രശാന്ത് കോട്ടയത്ത് നിന്ന് മറ്റു വിവരങ്ങൾ. ഒപ്പം PC ജോർജ് ടെലിഫോൺ ലൈനിലും.